ഹലോ ഫ്രണ്ട്സ്, 2025 ഓസ്കാർ അവാർഡ്സ് നമുക്കൊരു കഥയിലൂടെ പഠിച്ചെടുക്കാൻ ശ്രമിച്ചാലോ? എൻ്റെ വീടിനടുത്തൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയുടെ പേരാണ് അനോറ ബേക്കറി. എന്താണ് അനോറ ബേക്കറി? ആ അനോറ ബേക്കറിയുടെ മുതലാളിയുടെ പേരാണ് സെൻ ബേക്കർ. എന്താണ് പേര്? സെൻ ബേക്കർ. സോ ഈ സെൻ ബേക്കർ എന്ന് പറഞ്ഞ മുതലാളിയാണ് അനോറ ബേക്കറിയുടെ ഓൾ ആൻഡ് ഓൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ തിരക്കഥയും എഡിറ്ററും എല്ലാം ആരാണ് ചെയ്യുന്നത്? ഈ മുതലാളിയായിട്ടുള്ള സെൻ ബേക്കറാണ് ചെയ്യുന്നത്. ഈ സെൻ ബേക്കറിന് മിടുക്കിയായിട്ടുള്ളൊരു മകളുണ്ട്. എന്താണ് മിടുക്കിയായിട്ടുള്ളൊരു മകളുണ്ട്? മിക്കി മാഡിസൺ. എന്താണ് മിടുക്കിയായിട്ടുള്ളൊരു മകളുണ്ട്. അതുപോലെ ഒരു ബ്രൂട്ടലിസ്റ്റ് ആയിട്ടുള്ളൊരു മകനുമുണ്ട്, എഡ്രിയൻ ബ്രോഡി. അപ്പം എന്താണ് ബ്രൂട്ടലിസ്റ്റ് ആയിട്ടുള്ളൊരു മകനുമുണ്ട്, എഡ്രിയൻ ബ്രോഡി. അപ്പം ഇദ്ദേഹത്തിന് വളരെ ഒരു പെയിൻ എന്ന് പറയുന്നത് ഈ എഡ്രിയൻ ബ്രോഡി ബ്രൂട്ടലിസ്റ്റ് ആയിട്ടുള്ള മകൻ്റെ കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനാണ്. ഏത് നേരവും കീറി പറഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്ന കീറൻ കുളുക്കിൽ. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻ? എന്താണ്? കീറൻ കുളുക്കിൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ആർക്കുള്ളതാണ്? ഈ ബ്രൂട്ടലിസ്റ്റ് ആയിട്ടുള്ള മകനുള്ളതാണ്. അപ്പം ഈ ഒരു കീറൻ കുളിക്കിൻ എന്ന് പറയുന്നത് ഏത് നേരം സിനിമയൊക്കെ കണ്ട് എന്താണ് മൈൻഡൊക്കെ അങ്ങ് ലോലനായിട്ട് നടക്കുന്ന ഒരാളാണ്. മൈൻഡൊക്കെ ലോലനായി പോയൊരു കൂട്ടുകാരനാണിത്. അപ്പോൾ അതുമല്ല, ഏത് നേരവും എന്താണ് ഈ അനോറ ബേക്കറി വന്നിരുന്ന് ബർഗറും കഴിച്ചുകൊണ്ടിരിപ്പാണ്. ഏത് നേരവും ഈ ബേക്കറിയിൽ വന്നിരുന്ന് ബർഗറും കഴിച്ചിരിപ്പാണ്. ആരുടെ ജോലി? ഈ ഒരു ബ്രൂട്ടലിസ്റ്റ് ആയിട്ടുള്ള മകൻ്റെ കൂട്ടുകാരൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിടുക്കിയായിട്ടുള്ള മകളുണ്ടല്ലോ മിക്കി മാഡിസൺ എന്ന് പറഞ്ഞാൽ മിടുക്കിയായിട്ടുള്ള മകൾക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. അത് എലിയെപ്പോലെ പാവം പിടിച്ച, എന്താണ് എലിയെപ്പോലെ പാവം പിടിച്ചൊരു കൂട്ടുകാരി, സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോ സൽഡാന എന്ന പേര്. അപ്പം ഈ സോ സൽഡാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നന്നായിട്ട് പാട്ടൊക്കെ പാടും. എൽ മാൽസ് എന്ന് പറഞ്ഞൊരു ഫേവറേറ്റ് സോങ് ഒക്കെ ഇവർ നന്നായിട്ട് പാടും. ഇത്രയുമാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇവരെല്ലാവരും കൂടി എന്താണ് അടുത്തൊരു ലാൻഡിൽ ഒരു ഡോക്യുമെൻ്ററി ചിത്രം കാണാൻ പോവാണ്. അടുത്തൊരു ലാൻഡിൽ ഇവരെന്താണ് എല്ലാവരും കൂടി ഒരു ഡോക്യുമെൻ്ററി ചിത്രം കാണാൻ പോവാണ്. അപ്പോൾ എന്താണ് ലേഡീസ് ആണല്ലോ, അപ്പോൾ കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സിംഗ് ഒക്കെ കുറച്ച് കൂടുതൽ സമയമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അവരുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ആരുടെ കയ്യിൽ തന്നെയുണ്ട്? ഈ ലേഡീസിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. പിന്നെ ഇവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താണ് അവരുടെ അടുത്തുള്ളൊരു ടെക്സ്റ്റൈൽസ് എന്നാണ് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് ഈ മേക്കപ്പും അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുത്തു. ലേഡീസ് ആണല്ലോ, കുറേ സമയം എടുത്തു. കൂടെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് എന്താണ് ഭയങ്കരമായിട്ട് വാമാവുകയാണ്. അവർക്ക് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യമൊക്കെ വരികയാണ്. ഇവർ എന്തിനാണ് ഇത്രയും സമയമൊക്കെ എടുക്കുന്നതെന്ന്. അപ്പോൾ ഇവർക്ക് ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് ആർക്കും മനസ്സിലായി, ലേഡീസിന് മനസ്സിലായി. ഇപ്പോൾ അവരാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ ഒരു റോബോട്ട് കണക്കെ എന്ത് ചെയ്തു? അവരിങ്ങനെ ഇറങ്ങി വരികയാണ്. എല്ലാം മേക്കപ്പ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു റോബോട്ട് കണക്കെ അവരിങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്തായാലും എന്താണ് അവർ അടുത്ത ലാൻഡിലേക്ക് ആ ഡോക്യുമെൻ്ററി ചിത്രം കാണാനായിട്ട് പോവാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് എല്ലാം കഴിഞ്ഞു. അവിടെ ഒരു ഓർക്കസ്ട്ര സെക്ഷനിൽ ഒരു ഷോട്ട് ഗേൾ മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. എന്നാൽ ഒരു ഷോട്ട് ഗേൾ മാത്രം ആ ഓർക്കസ്ട്ര സെക്ഷനിൽ നിൽക്കുകയാണ്. കുറേ നേരം കൊണ്ട് നിൽക്കുക. അപ്പോൾ ഷോട്ട് ഗേളിനെ കാണുമ്പോഴറിയാം ഒരു വിദേശിയായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലായി, ഒരു വിദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ മൊത്തത്തിൽ എന്താണ് സീൻ നെഗറ്റീവാണ്. ആകെ ആ സിനിമ കാണാമെന്നുള്ളൊരു ഫ്ലോയും പോയി. എന്താ അവർ വിചാരിച്ചു എന്തായാലും വന്നതാണല്ലോ, എങ്കിൽ പിന്നെ കുറച്ച് വിഷ്വൽ എഫക്റ്റ് സൗണ്ടൊക്കെ ഇട്ട് ധൂമിലെ പാട്ടൊക്കെ കേട്ട് ഒന്ന് ചില്ലായിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എന്താണ് കുറച്ച് വിഷ്വൽ എഫക്റ്റും സൗണ്ടൊക്കെ ഇട്ട് ധൂമിലെ പാട്ടൊക്കെ കേട്ട് ഒന്ന് ചില്ലടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ സ്റ്റോറി. കൂടുതൽ ഡീറ്റെയിൽസിനായി യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഹലോ ഫ്രണ്ട്സ്, 2025 ഓസ്കാർ അവാർഡ്സ് നമുക്കൊരു കഥയിലൂടെ പഠിച്ചെടുക്കാൻ ശ്രമിച്ചാലോ? എൻ്റെ വീടിനടുത്തൊരു ബേക്കറി